മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്കെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുൻപും നടപടിയെടുത്തിരുന്നു. ചട്ടങ്ങൾ പാലിക്കാതെ കമ്പനി പൂട്ടിയതിന് പിഴ ചുമത്തുകയും ചെയ്തു. 2021 ഫെബ്രുവരിയിലായിരുന്നു നടപടി. എക്സാലോജിക്കിനും വീണ വിജയനും ഓരോ ലക്ഷം രൂപ വീതമാണ് പിഴ ചുമത്തിയത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഷഫീദ്. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി, സ്മിത. ഷഫീദ്, എന്തായിരുന്നു മുൻപ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പിഴ ചുമത്താനിടയായ കാരണം? ഹാഷ്മി, നമുക്കറിയാവുന്ന പോലെ തന്നെ ഇന്നലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിവാദമായിട്ടുള്ള ഒരു സംഭവം എന്ന വാർത്ത എന്ന് പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങളായിരുന്നു. അത് വലിയ രാഷ്ട്രീയ വിവാദമാവുകയും പിന്നീട് CPM ആ അന്വേഷണത്തെ അടക്കം അവഗണിക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തു. എന്നാൽ ഈ കമ്പനിക്കെതിരെ, എക്സാലോജിക് എന്ന കമ്പനിക്കെതിരെ മുൻപും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടപടിയെടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില രേഖകളടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ 24-ന് ലഭിച്ചിരിക്കുന്നത്. അതായത് മുൻപും ഈ എക്സാലോജിക്കിന് പിഴയിട്ടിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ലക്ഷം രൂപയായിരുന്നു പിഴയിട്ടത്. അതായത് ഈ കമ്പനി റൂള് പ്രകാരം ഒരു കമ്പനി പൂട്ടുകയാണെങ്കിൽ, അടച്ചു പൂട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും അത് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അടക്കം അറിയിക്കണം. പക്ഷേ എക്സാലോജിക്ക് 2020 മാർച്ച് മാസത്തിൽ അടച്ചുപൂട്ടിയപ്പോൾ അങ്ങനെ ഒരു ചട്ടം പാലിച്ചില്ല. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ നടന്നു. അപ്പോൾ എക്സാലോജിക്കിൻ്റെ അക്കാര്യത്തിലെ വിശദീകരണം എന്ന് പറയുന്നത് കോവിഡ് ഭീതി മൂലം, അല്ലെങ്കിൽ കോവിഡ് മൂലം പൂട്ടി എന്നുള്ളതായിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ അത് അടച്ചു പൂട്ടിയതിൽ ചട്ടങ്ങൾ പാലിച്ചിട്ടില്ല എന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ട്, അതല്ലാതെ വ്യക്തമായതോടുകൂടിയാണ് എക്സാലോജിക്കിന് പിഴ ഈടാക്കിയത്. 1 ലക്ഷം രൂപ കമ്പനിക്കും 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും പിഴയിട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള ഇക്കാര്യത്തിലെ കാര്യം. അപ്പോൾ എക്സാലോജിക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, ചട്ടം ലംഘിച്ചതിന് മുൻപും ഈ അവർക്ക് നടപടി എടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഉത്തരവിൻ്റെ ഗൗരവമായിട്ടുള്ള കാര്യം. അതേസമയം ആ ഉത്തരവിൽ തന്നെ വിശദീകരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2019-2020 കമ്പനി 17 ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്നു. 2020 കമ്പനി പൂട്ടുന്നത് വരെ 7 ലക്ഷം രൂപ നഷ്ടത്തിലായിരുന്നുവെന്നും എക്സാലോജിക്ക് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തോട് വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിവരം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം. ഏതായാലും ഹാഷ്മി, ഇക്കാര്യത്തിൽ ഈ എക്സാലോജിക്കിൻ്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അത് പ്രതിപക്ഷമടക്കം വലിയ തരത്തിൽ ചർച്ചയാക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. ഹാഷ്മി, സ്മിത. ശരി, ഷഫീദ് റാവുത്തറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. കോവിഡ് കാലത്താണ് ഈ കമ്പനി പ്രവർത്തനം നിർത്തിയത് എന്നുള്ള ഒരു വിശദീകരണമാണ് കമ്പനി നൽകുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ നേരത്തെയും അപ്പോൾ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ നോക്കിയിരുന്നു, ഇടപെട്ടിരുന്നു, ഫൈൻ അടച്ചിരുന്നു. അപ്പോൾ അതൊരു ലോങ് പ്രൊസീജിയറാണ്. അതിൻ്റെ തുടർച്ചയിലാണോ ഈ പുതിയ അന്വേഷണത്തിലേക്ക് വരുന്നതെന്നൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാകേണ്ട കാര്യമാണ്. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിഷയം തന്നെ. കേവലം ഒരു കമ്പനിയുടെ കാര്യം മാത്രമാവുന്നില്ല, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയാണ് എന്നൊക്കെ വരുമ്പോൾ വലിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ തുടരും എന്ന് തന്നെയാണ്. എന്തായാലും അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, അന്വേഷണം അതിൻ്റെ വഴിക്ക് പോട്ടെ.